ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. എനിക്കും സുഖമാണ്, പിന്നെ സുഖമായിട്ടിരിക്കണ്. അപ്പോൾ പിന്നെ വേറെന്താ പറയാൻ വന്നത്? അപ്പം ഞാൻ ഇന്നലത്തെ ഒരു വാക്യാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇരുന്നിട്ട് പറയാം. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ അങ്ങനെ നമ്മൾ ദുബായിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ ഒരുപാട് അനുഭവങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ച്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒന്നാമത് അറിവില്ലായ്മ, രണ്ടാമതെന്ന് പറയാ നമ്മൾ സൈലൻ്റായി നമ്മളെ ചതിക്കാനേ ആൾക്കാരുണ്ടാവും, ചതിക്കാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ ഓൽക്കറിയാം ഓലെന്ത് ചെയ്താലും നമ്മൾ മുണ്ടാതെ കരയാനേ അറിയുള്ളൂ, അല്ല നമ്മളെ പ്രതികരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഓള് നമ്മളോടൊന്നും പറയില്ല. ഈ ഒരു ചിന്ത മറ്റുള്ളവർക്ക് വന്നാൽ നമ്മൾ ഒരു ചതിയിൽ നിന്ന് രണ്ടാമത്തെ ചതിയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരുപാട് അനുഭവിച്ച്, പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട്, പിന്നെ ഞാൻ നാട്ടിൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു വിസിറ്റ് ആയിരുന്നു അന്ന്. അങ്ങനെ നാട്ടിൽ പിന്നെ എനിക്ക് ഒന്നല്ലാത്ത അവസ്ഥയിൽ വരേണ്ട വന്ന് വീണ്ടും ഞാൻ ദുബായിലോട്ട് പോയി. രണ്ടാമത്തെ പോക്ക്, ആദ്യം ഞാൻ വെറും ഒരു പാസ്പോർട്ട് കൈക്ക് പിടിച്ച്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു പാസ്പോർട്ട് കൈക്ക് പിടിച്ച് ഇട്ട ഡ്രസ്സ് എന്ന് പറയാനില്ല, നമ്മൾ റൂമിൽ എന്താണോ ഡ്രസ്സ് ഇട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ നാട്ടിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒന്നാമത് വിസ ഇല്ലാത്തത് പ്രശ്നം. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു പോക്ക് ഞാൻ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദുബായി വേണ്ട, ഒന്നും വേണ്ട, നമ്മളെ തേയിലത്തോട്ടം തന്നെ മതി എന്ന് പറഞ്ഞ് പോയതാണ്. വീണ്ടും നമ്മൾ ദുബായിലോട്ട് കയറ്റില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ പോക്ക് പിന്നെ നമുക്ക് കുറച്ച് എന്തായി, ദുബായ് എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ രക്ഷപ്പെടുത്തി ഒരു വിസ തന്നേ, ഒരു ജോലിയാക്കി തന്നേ. പിന്നെ ഞാൻ എന്താക്കി, അന്ന് നമ്മൾ ചെറുതാണ്, അല്ലെങ്കിൽ നമുക്കൊരു ജീവിതം വേണോ, നമുക്കൊരു സുഖം വേണോ, അല്ലെങ്കിൽ നമുക്കൊരു തുണ വേണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. കോടതിൻ്റെ മുന്നിൽ അവനും അവൻ്റെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വയറ്റിലുള്ള കുട്ടീനെ പോറ്റാൻ വേണ്ടി നീ റോട്ടിലിറങ്ങി തെണ്ടുന്ന്. ആ ഒരു വാക്കാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ കോടതിൻ്റെ മുന്നിൽ ആ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾക്ക് ഏതൊരു ആപത്തൊന്നും എനിക്ക് ഈ വാക്കാണ്. ഓല മുന്നിലും തണ്ടാൻ പാടില്ല, എൻ്റെ ഉമ്മാൻ്റെ ആൾക്കാരെ മുന്നിലും തണ്ടാൻ പാടില്ല, എൻ്റെ ഉപ്പാൻ്റെ ആൾക്കാരെ മുന്നിലും തണ്ടാൻ പാടില്ല, പിന്നെ ആരെ മുന്നിലും എൻ്റെ കുട്ടീനായിട്ട്, എൻ്റെ കുട്ടിക്കൊരു ഒരു ഇത് വേണോ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വേണോ, അല്ലെങ്കിൽ ഒരു മുട്ടായി വേണോ, അല്ലെങ്കിൽ ഒരു ഷഡ്ഡി വേണോ, ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് പടച്ചിറപ്പെ തള്ളാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ജീവിച്ചോളാം ഞാൻ. അപ്പോൾ ഞമ്മക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സഹായിക്കാനില്ല, ഉള്ളവരും ഇല്ല, ഇല്ലാത്തവരും ഇല്ല. നമ്മളെ കുറ്റം പറത്താനും നീ അങ്ങനെ ഓനെ സ്നേഹിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ ആയത് പിന്നെ എന്ന് പറയാനും, പിന്നെ നിന്റെ എടുത്തുചാട്ടല്ലേ, അല്ലെ നിന്റെ ആരും പറയുന്നില്ല. നമ്മളൊരു ബുദ്ധിമോശം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു ചാട്ടം ഇതുകൊണ്ടാണ്, സാരില്ല എന്ന് പറയാൻ ആരുമില്ല. നമ്മൾ വേക്കിലിട്ട് കുത്താനേ എല്ലാവരും ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ദുബായിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല കേട്ടാ. ഇത്രയും നമ്മൾ ഒരേ അനുഭവം, ഒന്നല്ലെങ്കിൽ ഒന്ന്. അപ്പോൾ ദുരിതം കൊണ്ട് ദുരിതമാണ്. ഞാൻ ദുബായി പോയി, പിന്നെ ആ സമയത്ത് തന്നെ എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതായി. എൻ്റെ ഉമ്മാനെ പേപ്പറിലെല്ലാം വന്നിന്, നീര് മുട്ടി, രോഗം എന്താന്ന് പല ഡോക്ടറും കാണിച്ച് രോഗം. അപ്പോൾ ഇതെല്ലാം കൊണ്ടെടുക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്, എൻ്റെ ഉമ്മാനെ ആരും നോക്കാനില്ലാതെ ഞാനിവിടെ വന്ന്, എൻ്റെ കുട്ടി പൈതല് ചെറുത് 4.5 വയസ്സ്, എൻ്റെ ഉമ്മാക്ക് അസുഖങ്ങൾ, പഠിച്ചോനെ. എൻ്റെ താത്ത ഞാൻ വരുമ്പോൾ ഇളയ മോളെ പിന്നെ പള്ളയിലായിരുന്നു, ഓക്ക് ആ സമയം
സമയം വീണ് ബ്ലീഡിങ് ആയി. ദുരിതം കൊണ്ട് ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് വീണ് തല പൊട്ടി. അപ്പോൾ ഈ ഒരു ദുരിതം ഈ ഒരു 1.5-2 മാസം കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ ഒരുപാട് ദുരിതങ്ങളെല്ലാം അനുഭവിച്ചിട്ടും ഞാൻ പിടിച്ചു നിന്ന് പിന്നെ നാട്ടിൽ വന്ന് ഒന്നല്ലാത്ത ദിവസം നാട്ടിൽ വന്ന് വീണ്ടും ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഒന്നും കൂടി പോട്ടെ, ഇനി നമ്മളെ പഠിച്ചവന് കൈവിടുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഞാനിവിടെ വന്നിട്ട് തേയിലത്തോട്ടത്തിൽ തന്നെ ഇറങ്ങാം. അപ്പോൾ തേയിലത്തോട്ടത്തിൽ എനിക്ക് ജോലി ഉണ്ട്, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ എനിക്ക് എപ്പം പോയാലും തേയിലത്തോട്ടത്തിൽ ജോലി കിട്ടും. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട്, നമുക്ക് ജോലി വേണ്ടാന്ന് എഴുതി കൊടുത്താലേ നമുക്ക് ജോലി ഇല്ലാതാക്കുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഒന്നും കൂടി പോയിട്ട് നമ്മൾ രക്ഷയില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് തേയിലത്തോട്ടത്തിൽ തന്നെ ഇറങ്ങുക, നമ്മൾ വിധിയാണെന്ന് ഓർക്കാൻ പറഞ്ഞ് രണ്ടാമത് ദുബായിൽ പോയിട്ട് ഇന്ന് വരെ എന്നെ പടച്ച റബ്ബ് കുഴക്കിയിട്ടില്ല. അവിടുന്ന് പിന്നെ ഞാൻ ഒരുപാട് ദുരിതവും കാര്യങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആട്ടും തുപ്പും എല്ലാം കിട്ടീന്. പക്ഷെ അതെല്ലാം ഞാൻ സഹിച്ചത് ഇവരൊരു വാക്കാണ്. കോടതിന്റെ മുന്നിൽ നിന്റെ ഈ പള്ളയിലുള്ള കുട്ടീനായിട്ട് നീ തെണ്ടി ജീവിക്കൂടി, റോട്ടിലിറങ്ങി തെണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എന്താക്കുന്നത് നമ്മളെല്ലായിടത്തും ഏതൊരാപത്തുനിന്നും പിടിച്ചു വെച്ചത് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും ഇപ്പൊ നമുക്ക് ആ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ ആ വാക്കുകൾ കുത്തി കുത്തി വരികയാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ എല്ലാം സഹിച്ച് പിന്നെ ഞാൻ വീണ്ടും ഞാൻ നാട്ടിൽ പോയി. രണ്ടാമതും ഞാൻ നാട്ടിൽ പോയി. ആ നാട്ടിൽ പോക്കിൽ പഠിച്ച റബ്ബ് എനിക്ക് കുഴക്കാതെ നാട്ടിൽ പോയി. ഞാൻ സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു. തറ ഒന്നും കെട്ടിയിട്ടില്ല, സ്ഥലം എടുത്തെന്ന് പറഞ്ഞാൽ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, സ്ഥലം നോക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ സ്ഥലം ചെറിയ വിലക്ക് കിട്ടുന്ന സമയമാണ് 2003-2004. അപ്പൊ ഉമ്മാക്ക് എടുത്തു കൊടുക്കുന്ന തന്നെ ഒരു പള്ളി കമ്മിറ്റിയാണ് അസൈനാക്കാന്നുണ്ട്. അസൈനാക്കാനോട് ഉമ്മ പറഞ്ഞ് സായി ഒരു സ്ഥലം നോക്കാൻ പറഞ്ഞിന്, അസൈനാഴ്ച എവിടെയെങ്കിലും നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്തൊരു സ്ഥലമായിരുന്നു. അൽഹംദുലില്ലാ ഇന്ന് എൻ്റെ മുന്നിൽ കൂടെയാണ് റോഡും കാര്യങ്ങളെല്ലാം. പിന്നെ അപ്പോൾ അസൈനാക്ക എന്നെ ബൂത്തുനിന്ന് ഉമ്മാനോട് പറഞ്ഞു, ഓളോട് പിന്നെ വിളിക്കുമ്പോൾ ഇത്ര മണിക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അസൈനാക്ക പറഞ്ഞു, മോളെ നമ്മളെ കോയക്കാരുടെ സ്ഥലം കൊടുക്കാനുണ്ട്, 9 സെന്റ് സ്ഥലമേ ഉള്ളൂ, മോള് എടുക്കണമെങ്കിൽ എടുത്തോ, ഇത്ര പൈസയേ ഉള്ളൂ എന്ന്. 1 ലക്ഷത്തിനാണ് ഞാൻ ആ സ്ഥലം 9 സെന്റ് സ്ഥലം എൻ്റെ പേരിൽ വരെ ആക്കിയത്. 1 ലക്ഷം ആയിട്ടുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ ആ സ്ഥലം എടുത്തിട്ട് 8 കൊല്ലമായി ഞാനൊരു വീട് കെട്ടാൻ. എന്നാലും നമ്മളൊരു കൂടപ്പറപ്പാളോ അല്ലെങ്കിൽ ആരെങ്കിലും ഓലെല്ലാം ദുബായിലാണെങ്കിലും ഇതാണെങ്കിലും വെറും വാക്കുകൊണ്ടെങ്കിലും ചോദിച്ചിട്ടില്ല, സായി ഞങ്ങൾക്ക് പുര കയറ്റല്ല എന്തെങ്കിലും സഹായിക്കണം, ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞു വരുന്നത്, നമുക്ക് ആരും സഹായിക്കാനില്ല. ഒരു തുള്ളി വെള്ളം എൻ്റെ മോളെ വിളിച്ചിട്ട്, ഓള് ദുബായിലാണ്, എൻ്റെ പിന്നെ പെങ്ങളെ കുട്ടികളാണ് അല്ലെങ്കിൽ എൻ്റെ അനിയത്തിന്റെ കുട്ടിയാണ്, ആരും ചിന്തിച്ചിട്ട് ഒരു നേരെങ്കിലും അതിനെ വിളിച്ചൊരു തുള്ളി വെള്ളം കൊടുക്കട്ടെ എന്ന് ഇന്ന് വരെ കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇല്ലാത്ത കാര്യം ആരും പറയാൻ പറ്റില്ല. ആ സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല. എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാനും കഷ്ടപ്പെട്ട് പൈസ അയച്ചു കൊടുത്തത്. എൻ്റെ ഉമ്മ വളർത്തിയെടുത്തത്. നമുക്ക് പൈസ അയച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ബാക്കി എല്ലാ വളർച്ചകളും എൻ്റെ ഉമ്മയാണ് എൻ്റെ മോളെ നോക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ദുബായിൽ പിടിച്ചു നിന്ന് അത്രത്തോളമായി ഒരു വീടാവോളം നിന്ന് നമ്മളെ പിന്നെ വീടാവോളം നിന്ന് അവിടെ നമ്മൾ സുഖമോ നമ്മൾ സന്തോഷം അല്ലെങ്കിൽ നമ്മളെ ജീവിതം ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന്റെ മുന്നിൽ എൻ്റെ ഉമ്മയും എൻ്റെ മോളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്നല്ലോ വേറൊരാളും നമ്മളെ ഇതില്ല. എൻ്റെ മൂത്തമ്മ പണിയെടുക്കുന്നുണ്ട് അതിന് തേയിലത്തോട്ടത്തിൽ, എൻ്റെ ഉമ്മ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ കുറച്ച് കഴിഞ്ഞ പാടത്തും ഉമ്മ എസ്റ്റേറ്റിൽ ജോലി വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ പിരിച്ച് സർവീസ് എന്ന് പറയും, സർവീസ് എല്ലാം വാങ്ങിട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയണെന്ന് പറഞ്ഞാല്, നമ്മളെ മനസ്സ് ശരിയാണെങ്കിൽ നമ്മളെ പടച്ചിറപ്പ് നമ്മളെ കൂടെ ഉണ്ടാവും അല്ലേ. നമ്മളെ കൂടെ പടച്ചിറപ്പ് ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയല്ലാണ് ഞാൻ ദുബായിൽ പിടിച്ചു നിന്നത്. അപ്പൊ ഓന് പറഞ്ഞ വാക്കും പഠിച്ചും സ്വീകരിച്ചിട്ടില്ല. എൻ്റെ മനസ്സ് പഠിച്ചും പറഞ്ഞ് ഇന്ന് വരെ എൻ്റെ കുട്ടിക്ക് ഇത്രയും പ്രായമായി അല്ലെങ്കിൽ എൻ്റെ പിന്നെ എന്താ പറയാ ഒരാളെ അടുത്തേക്ക് ഞാൻ പോണ്ട പിന്നെ ഗതികേട് ഇന്ന് വരെ വരുത്തിച്ചില്ല. അത് ഞാൻ പഠിച്ചവനോട് ഞാൻ
5 വക്ത് നിസ്കരിക്കുമ്പോഴും അതന്നെ പറയുന്നത്, പഠിച്ചോനെ ഇതുവരെ ഇങ്ങോട്ട് ഒരാളെ കാലിലേക്ക് പോകാനുള്ള വിധിയില്ല, ഇവിടുന്ന് അങ്ങോട്ടോ നമുക്കൊന്നും വേണ്ടടോ, കുറെ പൈസ ഉണ്ടായിട്ടോ ഒരു കുറെ സ്വത്ത് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല അല്ലേ, നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് പോയത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പോയി. അപ്പൊ സ്ഥലം എടുത്തിട്ടിനി, പിന്നെ നാട്ടിൽ നിന്ന് പിന്നെ ഞാൻ ഇറങ്ങി, വീണ്ടും ഇറങ്ങി. ഇറങ്ങിയത് പിന്നെ ഞാൻ വീട് കെട്ടിയിട്ടാണ് ഞാൻ എൻ്റെ നാട് കണ്ടിട്ടുള്ളത്. അപ്പൊ എന്റെ നാട്ടിലും അത്ര അനുഭവം എന്താണെന്ന് കുത്തലോ ഇപ്പൊ. അപ്പം ഞാനും ഉമ്മയും ഒറ്റക്കുള്ളൂ. പിന്നെ ഈ ഉമ്മയാണെങ്കിലും ഒരു വീടില്ലാത്തൊരു വിഷമം നമ്മളോട് പറയുമ്പോഴും എങ്ങനെയെങ്കിലും ആ ഒരു, അപ്പൊ ഉമ്മ എല്ലാം പറയുന്നത്, മോളെ നമുക്ക് ഓലപ്പരയാണെങ്കിൽ ഓലപ്പര നമുക്ക് ആ സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് കെട്ടിയിട്ട് പാടിന്ന് പോകുക. അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ സബൂറാക്കാം. അങ്ങനെ 40,000 വെച്ചിട്ട് തുടങ്ങിയ വീടാണ്. അങ്ങനെ വീട് കെട്ടി 8 കൊല്ലമായി ഞാൻ വീട്ടിൽ കൂടുമ്പോ. ഓരോന്ന് കെട്ടി, അപ്പൊ തേക്കാൻ പൈസ ഇല്ല. അപ്പൊ എന്റെ ഉമ്മ പാവം പറയാണ്, മോളെ തേക്കാൻ പൈസ ഇല്ല, ഉമ്മാന്റെ കുട്ടി പേടിക്കണ്ട. ഉമ്മ മണ്ണുരുട്ടിയിട്ട്, നമ്മള് പാടിയിലല്ല കോളനിയിലല്ല, ഇപ്പൊ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണുരുട്ടി തേച്ചിട്ട് കൊടുത്തിട്ട് അവിടെ എന്തെങ്കിലും പെയിന്റ് എന്തെങ്കിലും അടിച്ച അങ്ങനെ. അപ്പൊ ഉമ്മ പറയാണ്, ഉമ്മ മണ്ണ് ഉരുട്ടിയിട്ട് ഉമ്മ കുറച്ച് തേക്ക, ഉമ്മാന്റെ കുട്ടി ടെൻഷൻ. ഞാൻ പറഞ്ഞു, ഉമ്മ ഇത് പാടിയല്ല, ഒരു പൊരയല്ല, അപ്പൊ അങ്ങനെ തേക്കാൻ പറ്റുമോ? അങ്ങനെ 8 കൊല്ലം കൊണ്ടാണ് ഞാൻ, പിന്നെ 8 കൊല്ലമായി ഞാൻ നാട് കാണുമ്പോൾ. പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ പോയത്. തിരിച്ച് പിന്നെയും പോകാം, ഇനി എന്തെങ്കിലും ഉണ്ടാക്കാം, വീടായല്ലോ. പക്ഷെ എൻ്റെ മോളെ വലിയതായിട്ടും വെയിറ്റുള്ളൊരു മോളെ എയർപോർട്ട് കണ്ടപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി എൻ്റെ കുട്ടീനെ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പോക്കാണ് അങ്ങനെ നിന്ന് ഞാൻ പോയി. പിന്നെ അൽഹംദുലില്ലാഹ് എല്ലാ വീടിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് ഞാൻ നവംബറിൽ പോയി, ഡിസംബറിൽ ഞങ്ങൾ പൊരി കൂടി. പിന്നെ മോളെ അടുത്ത് തന്നെ, ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടാ 5 കൊല്ലത്തോളം ഞാൻ അങ്ങനെ തന്നെ നിന്ന്. പിന്നെയാണ് ഞാൻ ഈ ഖത്തറിലോട്ട് വരുന്നത്. ഖത്തറിൽ മാഷാ അല്ലാഹ് 2018 വന്ന് 27 ദിവസം നിന്ന് പിന്നെ ഞാൻ പോയി. മോളെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം എല്ലാം വിസിറ്റ് ചെയ്യും, ബിസിനസ് വിസിറ്റ് എടുത്ത് വന്ന് പണിയെടുക്കലായിരുന്നു. അന്നെല്ലാം എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം വീട്ടിലെല്ലാം പണിയുണ്ടായിരുന്നു. ഇന്നാണ് നമുക്ക് ഖത്തറിൽ തീരെ പണിയില്ലാത്തത്. അന്ന് നമുക്കൊരു വിഷമോ കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഖത്തറിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വിസയാണ് കേട്ടോ. വിസ ആയിട്ട് 3-4 കൊല്ലമായി അങ്ങനെ വിസ അടിച്ചിട്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഞാൻ പറയണത് എന്ന് പറഞ്ഞാൽ, നമ്മളെ തളർത്താൻ നോക്കിയാലും മുന്നിൽ നമ്മൾ തളർന്നിരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മളവിടുന്ന് ഒരിക്കലും എണീക്കലുണ്ടാവില്ല. ഇപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങി തന്നെ നമുക്ക് ഒരുപാട് നല്ല കമൻറ്റുകളും ചീത്ത കമൻറ്റുകളും പിന്നെ വരുന്നുണ്ടാവും അല്ലേ. നമ്മൾ അത് മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് മൈൻഡ് ചെയ്യാതെ നിന്ന് എല്ലാത്തിനും നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ല. ആ ലക്ഷ്യത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പഠിച്ചവൻ അവിടെ എത്തിക്കും. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇതുവരെ എന്നെ പഠിച്ച റബ്ബ് കൈവിട്ടിട്ടില്ല. കൈവിടാതെ നിൽക്കട്ടെ, പഠിച്ചവന് കൈവിടാതെ നിൽക്കട്ടെ. അപ്പൊ ഇതെല്ലാം നമ്മളെ ജീവിതം. ഇപ്പോൾ ഓരോ കുടുംബം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ തോൽക്കുന്നല്ല. അത് നമ്മൾ തോൽക്കണമെങ്കിൽ ഞാൻ പഠിച്ച റബ്ബെന്നെ വിചാരിക്കണം, അവളെ ഞാൻ തോൽപ്പിക്കട്ടെ. എന്നാലേ നമ്മൾ എവിടെയാണെങ്കിലും എന്താവുള്ളൂ, തോറ്റു പോവുള്ളൂ. അല്ലാതെ ആര് തോൽപ്പിക്കാൻ നോക്കിയാലും നമ്മൾ ഒരാണായാലും പെണ്ണായാലും തോറ്റു പോകില്ല. പഠിച്ചവനെ മുറുക്ക പിടിക്കുക അല്ലേ, പഠിച്ചവനെ മുറുക്ക പിടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജീവിതത്തിൽ പലതും കടന്നു പോകുന്നുണ്ടാവും, വരുന്നുണ്ടാവും. അതല്ലേ നമ്മളൊരു എന്താ പറയുക, ഒരു ഇതായിട്ട് ഇപ്പം ഇന്ന് നല്ലതുണ്ടാവും, നാളെ ചീത്ത ഉണ്ടാവും. അല്ല ഇന്ന് നല്ല ദിവസമായിരിക്കും, നാളെ മോശമായ ദിവസങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത. പക്ഷെ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും ജീവിക്കുക. എല്ലാവർക്കും പഠിച്ച റബ്ബ് നല്ലതേ വരുത്തുള്ളൂ. നമ്മളാരും ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, ഒരാളെ പറ്റിക്കാതിരിക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പഠിച്ചവൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അപ്പോൾ ഇതെല്ലാണ് താത്താൻ്റെ ജീവിതം. താത്ത എവിടെയും തോൽക്കാൻ തയ്യാറല്ല, തോൽക്കാൻ വയ്യുള്ളൂ. അതുകൊണ്ടാണ് തോറ്റ് ഈ കോലായി അല്ലേ. തോറ്റോടത്തുനിന്നെല്ലാം ഞാൻ എണീറ്റ് നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും ആർക്കും അറിയണ്ട. ഇപ്പൊ ഒരു പെണ്ണ്
എന്താ പറയാ, ഓള് ഒരു മോശമായി അല്ലെങ്കിൽ ഓള് നന്നായി, ഇതൊന്നും ആരും അറിയുന്നില്ല. ഇവരെന്താ അങ്ങനെ ആകാൻ കാരണം, അല്ലെങ്കിൽ ഓള് അങ്ങനെ നന്നാവാൻ കാരണം എന്നൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ ഒരാള് കുറ്റപ്പെടുത്തി അതിന്റെ വേക്കിൽ എല്ലാരും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വെക്കും അല്ലേ. ഒരാള് പറയാൻ തുടങ്ങിയാൽ മതി, പിന്നെ വേക്കില് പറയും ഇവളെങ്ങനെയാണ് ഈ കാരണം ഇങ്ങനെ ആയത്, അല്ലെ ഇവളെ ജീവിതം എന്ത് ഇങ്ങനെ ആകാൻ കാരണം. ഇതൊന്നും ആരും നമ്മളോട് ചോദിക്കുന്നുമില്ല, നമ്മളോട് പിന്നെ നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇല്ല. അപ്പൊ എല്ലാ കാര്യത്തൊന്നും നമ്മൾ എന്താണ് തരണം ചെയ്ത് ജീവിക്കുക. പിന്നെ ആരും ദ്രോഹിക്കാതിരിക്കുക. നമ്മളെ ദ്രോഹിച്ചോലെ പടച്ചോൻ കൊടുക്കൂ. അത് എന്തായാലും ഇപ്പൊ നമ്മളെ പറ്റിച്ചോലുണ്ട്, നമ്മളെ ചതിച്ചോലുണ്ട്, നമ്മൾ പിന്നെ എന്താണ് നമ്മളെ മരണത്തിലേക്ക് വരെ വിട്ട ആൾക്കാരുണ്ട്. ഞാനെല്ലാം വിചാരിക്കുന്നത് അവർക്ക് പടച്ച റബ്ബ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കൊടുക്കും. ആ കൊടുക്കുമ്പോഴേ ഓല് ചിന്തിക്കുള്ളൂ, എന്ത് ഇത് സായിനെ ദ്രോഹിച്ചതിനാണ്, അല്ലെങ്കിൽ ഇത് മറ്റോലെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുള്ളൂ, അല്ലാതെ നമ്മൾ കൊടുക്കാനാണല്ല. ഓല് പഠിച്ചോന് ഇപ്പൊ ഓല് എന്നെ തോൽപ്പിക്കാൻ നോക്കി, എന്നെ പഠിച്ചോൻ തോൽപ്പിച്ചിട്ടില്ലല്ലോ. എന്നെ പഠിച്ചോന് ഒന്നൊന്നൊന്നൊന്നൊന്നൊന്ന് പിന്നെ എന്താ പറയാ കയറ്റിയിട്ടേ ഉള്ളൂ. നമുക്കൊന്നുമില്ല, ഒന്നുമില്ലെങ്കിലും നമുക്കിന്ന് കയറി കിടക്കാനൊരു പൊരണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അതാ പറയുന്നത്, നമ്മൾ പടച്ച റബ്ബിനെ മുറുക്ക പിടിക്കുക, പഠിച്ചോനെ മറക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല, സ്കൂൾ പഠിച്ചിട്ടില്ല. പിന്നെ എല്ലാ അറിവുകളും എനിക്ക് മലയാളം വായിക്കാൻ അറിയാം, പക്ഷെ എഴുതാൻ അറിയില്ല. ഞാൻ അന്നൊന്നും നിങ്ങളോട് പറയുന്നത് ഈ മലയാളം നന്നായിട്ട് പഠിച്ചതോ ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നതെല്ലാം ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചത് തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് എല്ലാം തലയിൽ കയറും. ഒരു വട്ടം നിങ്ങളൊരു മൊബൈലിൽ ഒരു സംഗതി കാണിച്ചു തന്നാൽ മതി, ഷായി ഇത് ഇങ്ങനെ ചെയ്യ് സായി എന്ന് പറഞ്ഞാൽ ആ ഒരു വട്ടങ്ങൾ കാണിച്ചു തന്നാൽ അത് ഞാൻ പിറ്റേന്ന് പിന്നെ അന്ന് തന്നെ പഠിക്കും. ഒരു വട്ടം നിങ്ങളെ കൂടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ അത് ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു വാക്ക് എഴുതിയിട്ട് സായി ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പഠിക്കാനുള്ള കഴിവ് ഇപ്പോഴും ഉണ്ട്. അല്ലാതെ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ മദ്രസ ആണെങ്കിലും ഞാൻ ഒന്നും അറിയില്ല. ഇപ്പൊ യാസീനാണെങ്കിലും വേറുള്ളതാണെങ്കിലും എല്ലാം ഞാൻ യൂട്യൂബിൽ പിന്നെ കേട്ടിട്ടും കണ്ടിട്ടും എല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളത്, എല്ലാ അറിവും. അപ്പൊ നമുക്ക് അതിൻ്റെതായ സ്കൂൾ പഠിക്കാത്ത മദ്രസ പഠിക്കാത്തുള്ള ഇന്ത്യ തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ടാവും. അതെല്ലാം പഠിച്ചവന് നമുക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ. അറിയുന്നവരെ നമ്മളെല്ലാം ചെയ്യുക. തെറ്റ് ചെയ്യാത്തോലെ ആരാണ്? എല്ലാവരും തെറ്റ്. ഒരു മറയിലിരിക്കുന്ന ബീവിയാക്ക് ഒരു തെറ്റ് പറ്റുമെന്ന് പറഞ്ഞില്ല. എല്ലാം പഠിച്ചോൻ പുറത്ത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റെല്ലാം ചെയ്യുന്നു, പഠിച്ച പറമ്പ് പുറത്ത് തരട്ടെ. അപ്പൊ താത്ത ഇങ്ങനെയാണ്. ഞാന് പക്ഷെ ഖത്തറിൽ വന്നിട്ട് നമുക്ക് അത്ര കഷ്ടപ്പാടും ഇതൊന്നുമില്ല. പക്ഷെ നമ്മളെ കൂട്ടുകാരികളെ ചതച്ചിട്ട് എന്നെ നല്ല വിഷമിച്ച് ഞാൻ എൻ്റെ മനസ്സ് പൊട്ടിക്കരഞ്ഞ് മരിക്കാൻ വരെ ഞാൻ നിന്നിട്ടുണ്ട്. അതൊരു പെണ്ണ് കാരണം, ഒറ്റ പെണ്ണ് കാരണം, കൂടെ നിന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് തിന്ന് ഓള് കാരണം. അല്ലാതെ ഒന്നും നമുക്ക് ആരും ശത്രുക്കളോ കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം പൈസ കൊടുത്ത് ശത്രുക്കളെ വാങ്ങി. ഞാൻ അന്നൊന്നും പറഞ്ഞു. അല്ലാതെ ഞാൻ ഒരാളോടും ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറയാത്ത ഒരാളാണ്. ഒരാൾ എൻ്റെ റൂമിൽ വന്നാലും ഞാൻ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തിന്നാല്ലെങ്കിലും ഓലിക്ക് ഞാൻ വയറ് നിറച്ച് തിന്നാൻ കൊടുക്കുന്നൊരു പെണ്ണാണ്. എത്ര ഇല്ലെങ്കിലും അതുള്ള പൈസ എല്ലാം ആരോടെങ്കിലും 50 റിയാലെങ്കിലും വാങ്ങിയിട്ട് ഓലിക്ക് തിന്നാനുള്ളത് ഞാൻ വാങ്ങിക്കൊടുക്കും. അതങ്ങനെയാണ്. എൻ്റെ ഉമ്മയും അങ്ങനെയാണ്. എൻ്റെ ഉമ്മയും ഒരാൾക്ക് പൊരയിൽ വന്നാൽ വിഷമം മാറ്റാതെ എൻ്റെ അമ്മ ഒരു ഫുഡെങ്കിലും കൊടുക്കാതെ എൻ്റെ അമ്മ ആരും വിടൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താത്താൻ ആരും വെറുക്കരുത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ, അതെനിക്കറിയാം. ഒരാളുടെ ആൾക്കാർ സപ്പോർട്ടുണ്ട്. അപ്പൊ എന്നെ മനസ്സിലാക്കി, ഞാൻ എന്താണ് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഞാനിപ്പോൾ 2 വർഷം കഴിഞ്ഞ് യൂട്യൂബ് ആദ്യം എല്ലാവരും എന്താ പറയുക നേരം പോക്കിനിടുന്ന പെണ്ണാണ്. ഇപ്പം ഞാൻ സീരിയസ് ആയിട്ട് യൂട്യൂബ് ഞാൻ വീഡിയോ കാര്യമെല്ലാം ഇടുന്നു. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും കമൻ്റ് എല്ലാം ചെയ്യുക. പിന്നെ വേർഡ് കമൻറ്റ് ചെയ്യുന്നോല് ചെയ്യട്ടെ. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ച റബ്ബ് ആണെങ്കിലും ഒരു മനസ്സിലൊരു വേർഡ് കമൻറ്റ് ഇടുന്നവർക്കാണെങ്കിലും പഠിച്ചവനൊരു കുറ്റബോധം നല്ല വഴിക്ക് നടത്തുമല്ലേ. അപ്പോൾ അത് ഇടുന്നോല് ഇട്ടുകൊണ്ടിരിക്കും.
അപ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമില്ല, ഞാൻ മൈൻഡും ചെയ്യൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ താത്താൻ്റെ ദുബായ് ജീവിതം. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.